യുക്രൈനെതിരെ യുദ്ധം ശക്തമാക്കുന്നതിനിടെ റഷ്യയ്ക്ക് അയൽരാജ്യമായ അസർബൈജാനിൽ നിന്ന് അപ്രതീക്ഷിത വെല്ലുവിളി. യുക്രൈനു വേണ്ടി രാജ്യത്തിനുള്ളിൽ ആക്രമണങ്ങൾ നടത്തുന്ന അസീറിയൻ വംശീയ ഗ്രൂപ്പുകളെ അമർച്ച ചെയ്യാൻ റഷ്യ ശക്തമായ നീക്കം ആരംഭിച്ചത് അസർബൈജാനെ ചൊടിപ്പിച്ചു. ഇതോടെ റഷ്യയും അസർബൈജാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലഞ്ഞു. തങ്ങളുടെ 2 പൌരന്മാരുടെ മരണത്തിനു പിന്നാലെ ബാക്കുവിലെ 2 റഷ്യൻ മാധ്യമപ്രവർത്തകരെ അസർബൈജാൻ അറസ്റ്റ് ചെയ്തു. ഇരു രാജ്യങ്ങളെയും ഭിന്നിപ്പിക്കുന്നത് യുക്രൈനാണെന്ന് പറയുമ്പോഴും അസർബൈജാനുമായി അകലുന്നത് ദോഷം ചെയ്യുമെന്ന് റഷ്യ ആശങ്കപ്പെടുന്നു. റഷ്യയ്ക്കുള്ളിൽ ഒരു ആക്രമണം തങ്ങൾക്ക് അസാധ്യമായ കാര്യമല്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോലോഡിമർ സെലൻസ്കി അടുത്തിടെ പരസ്യമായി പറഞ്ഞിരുന്നു. മെയ് മാസത്തിൽ നടന്ന റഷ്യയുടെ വിക്ടറി ദിനത്തിൽ അത്തരമൊരു ആക്രമണം നടന്നാൽ അത്ഭുതപ്പെടാനില്ലെന്ന് ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികൾക്ക് മുന്നറിയിപ്പ് നൽകാനും സെലൻസ്കി ധൈര്യപ്പെട്ടിരുന്നു. റഷ്യയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ കൂടുതലും ഇസ്ലാമിക് ഭീകര സംഘടനകളാണെങ്കിലും അവരെ വാടകയ്ക്കെടുത്ത് ആക്രമണം നടത്തുന്നതിന് പിന്നിൽ യുക്രൈനാണെന്നാണ് റഷ്യയുടെ കുറ്റപ്പെടുത്തൽ. ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തിയതാണ് അവരുടെ വ്യോമകേന്ദ്രങ്ങളിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം. റഷ്യയ്ക്ക് നഷ്ടമായത് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആകാശക്കരുത്തിന്റെ പോർമുനകളായ യുദ്ധവിമാനങ്ങളായിരുന്നു. ട്രക്കുകളിൽ മരം കൊണ്ടുള്ള ക്യാബിനുകളിൽ ഒളിപ്പിച്ചു കടത്തിയ ഡ്രോണുകൾ റിമോട്ട് കൺട്രോളിലൂടെ പ്രവർത്തിപ്പിച്ച് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ യുക്രൈനാണെന്ന് റഷ്യയ്ക്ക് അറിയാമെങ്കിലും രാജ്യത്തിനുള്ളിൽ നിന്ന് യുക്രൈനു വേണ്ടി ഓപ്പറേഷൻ നടത്തിയത് അസർബൈജാൻ പൌരന്മാരാണെന്ന് റഷ്യൻ അന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയിരുന്നു. വംശീയ സംഘടനകളിലൂടെ യുക്രൈൻ റഷ്യയിൽ ഭീകരാക്രമണം നടത്തുന്നുവെന്ന് റഷ്യ പലപ്പോഴും ആരോപിക്കുന്നതിനിടെയാണ് ഇത് സംഭവിച്ചത്. റഷ്യയിൽ ആക്രമണം നടത്താൻ യുക്രൈൻ കുടിയേറ്റ സംഘങ്ങളെയും അന്താരാഷ്ട്ര ബന്ധമുള്ള ഭീകര സംഘടനകളെയും റിക്രൂട്ട് ചെയ്യുന്നുവെന്ന് റഷ്യയുടെ ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയ്ഗു അടുത്തിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2023 മാർച്ചിൽ റഷ്യയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ സംഗീത പരിപാടിക്കിടെ നടന്ന ഭീകരാക്രമണത്തിൽ 145 പേർ കൊല്ലപ്പെടുകയും 550-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ എന്ന ഭീകര സംഘടന ഏറ്റെടുത്തെങ്കിലും കൃത്യം നടത്തിയത് താജിക്കിസ്ഥാൻ പൌരന്മാരായിരുന്നു. ആക്രമണത്തിനു ശേഷം യുക്രൈൻ ലക്ഷ്യമാക്കി നീങ്ങിയ ആക്രമികളെ അതിർത്തിക്കടുത്ത് വെച്ച് റഷ്യൻ അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു. റഷ്യയും അസർബൈജാനും പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഇളവുകൾ കാരണം അസർബൈജാൻ പൌരന്മാർക്ക് റഷ്യയിൽ പ്രവേശിക്കുന്നതിനും താമസിക്കുന്നതിനും വലിയ നിയമ തടസ്സങ്ങളൊന്നുമില്ല. അസർബൈജാൻ വംശജർ കൂട്ടമായി താമസിക്കുന്ന പ്രദേശങ്ങളും റഷ്യയിലുണ്ട്. അവിടെ താമസിക്കുന്ന പലർക്കും രാജ്യാന്തര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്നാണ് റഷ്യയുടെ ആരോപണം. ഇതിനെ തുടർന്ന് കൊടും കുറ്റവാളികളെന്ന് ആരോപിച്ച് അസർബൈജാൻ വംശജരെ കഴിഞ്ഞയാഴ്ച റഷ്യൻ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. റഷ്യൻ നഗരമായ എക്കാറ്ററിൻബർഗിൽ നടന്ന പോലീസ് നടപടിക്കിടെ 2 അസർബൈജാൻ പൌരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അസറിയന്മാർക്കെതിരെയുള്ള റഷ്യൻ പോലീസ് നടപടിക്കെതിരെ അസർബൈജാൻ രംഗത്തെത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു. അസർബൈജാൻ വിദേശകാര്യ മന്ത്രാലയം റഷ്യൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. 2000-ന്റെ തുടക്കം മുതൽ നടന്ന ഭീകരാക്രമണങ്ങളും കൊലപാതകങ്ങളുമായി ബന്ധമുള്ള വംശീയ ക്രിമിനൽ ഗ്രൂപ്പുകൾക്കെതിരെയാണ് പോലീസ് നടപടി എന്നാണ് റഷ്യയുടെ വിശദീകരണം. അറസ്റ്റിലായവർ അസർബൈജാനിൽ ജനിച്ച് റഷ്യൻ പൌരത്വം നേടിയവരാണ്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനിടെയുണ്ടായ സംഘർഷത്തിലാണ് സഹോദരന്മാരായ സിയാദീനും ഹുസൈൻ സഫറോവും കൊല്ലപ്പെട്ടത്. അറസ്റ്റിനിടെ ഒരാൾ ഹൃദയസ്തംഭനം മൂലമാണ് മരിച്ചതെന്ന് റഷ്യൻ അന്വേഷണ സമിതി വ്യക്തമാക്കി. എന്നാൽ ക്രൂരമായ കൊലപാതകങ്ങളാണ് നടന്നതെന്ന് അസർബൈജാൻ ഭരണകൂടം പറയുന്നു. മരിച്ച 2 പേരുടെ മൃതദേഹങ്ങൾ ബാക്കുവിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റാണ് കൊല്ലപ്പെട്ടതെന്ന് തെളിഞ്ഞതായി അസർബൈജാൻ വെളിപ്പെടുത്തി. അസർബൈജാൻ സാംസ്കാരിക മന്ത്രാലയം റഷ്യയുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പരിപാടികളും പ്രദർശനങ്ങളും റദ്ദാക്കി. മോസ്കോയിൽ നടക്കാനിരുന്ന ഉഭയകക്ഷി യോഗത്തിൽ നിന്നും അസർബൈജാൻ പിന്മാറി. റഷ്യൻ ഉപപ്രധാനമന്ത്രി അലസ്കി ഓവർചുക്കിന്റെ അസർബൈജാൻ സന്ദർശനവും റദ്ദാക്കി. യുറൽ പർവ്വതനിരകളിലെ വ്യാവസായിക നഗരത്തിലെ അസർബൈജാനി പൌരന്മാരുടെ വീടുകളിൽ
റഷ്യൻ പോലീസും അന്വേഷണ സംഘവും വ്യാപകമായ റെയ്ഡുകൾ നടത്തിയതും അസർബൈജാനെ ചൊടിപ്പിച്ചു. ഇതിന് പ്രതികാരമായി ബാക്കുവിൽ പ്രവർത്തിക്കുന്ന റഷ്യൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ സ്പുട്നിക്കിന്റെ ഓഫീസ് ജൂൺ 30-ന് അസർബൈജാൻ പോലീസ് റെയ്ഡ് നടത്തി. നിയമവിരുദ്ധമായ ധനസഹായത്തിലൂടെ വാർത്താ ഏജൻസി പ്രവർത്തിക്കുന്നുവെന്നാണ് അസർബൈജാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആരോപണം. 2025 ഫെബ്രുവരിയിൽ അംഗീകാരം നിർത്തലാക്കിയ ശേഷവും സ്പുട്നിക് നിയമവിരുദ്ധ സഹായം വഴി പ്രവർത്തിക്കുന്നുവെന്നും അസർബൈജാൻ കുറ്റപ്പെടുത്തി. സ്പുട്നിക്കിന്റെ ഡയറക്ടറും എഡിറ്റർ ഇൻ ചീഫുമായ ഇഗോർ കർത്തഗ്വിനെയും മറ്റൊരു മാധ്യമപ്രവർത്തകനായ യെവ്ജനി ബെലോസോവിനെയും ഭീകരരെ പോലെ അസർബൈജാനി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് ഞെട്ടിച്ചുവെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളുടെയും മയക്കുമരുന്ന് കടത്തിന്റെയും പേരിൽ 8 റഷ്യൻ പൗരന്മാരെയും അറസ്റ്റ് ചെയ്തതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് റഷ്യ നൽകി. ഇരു രാജ്യങ്ങളുടെയും ബന്ധം തകർക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്ന് യുക്രൈനെ ലക്ഷ്യം വെച്ച് റഷ്യ ആരോപിച്ചു. രണ്ട് ജനതയ്ക്കും സൗഹൃദങ്ങൾ വളരെ പ്രധാനമാണ്. ഈ ബന്ധം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധാപൂർവം ചിന്തിക്കണമെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് പറഞ്ഞു. 2024 ഡിസംബർ 25-ന് അസർബൈജാൻ യാത്രാ വിമാനം കസഖിസ്ഥാനിൽ തകർന്നതിനു ശേഷം അസർബൈജാനും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിച്ച വിള്ളൽ നാൾക്കുനാൾ ശക്തമാകുകയാണ്. മെയ് മാസത്തിൽ മോസ്കോയിൽ നടന്ന റഷ്യയുടെ വിജയദിന പരേഡിൽ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് പങ്കെടുക്കാൻ വിസമ്മതിച്ചതിൽ നിന്നുതന്നെ ഇത് മനസ്സിലാക്കാം. ഇതേസമയം യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയെ അസർബൈജാൻ ക്ഷണിച്ചു വരുത്തിയും റഷ്യയോടുള്ള വിയോജിപ്പിന് തെളിവായി കാണുന്നവരുമുണ്ട്. ഇതേസമയം യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയെ അസർബൈജാൻ ക്ഷണിച്ചു വരുത്തിയതും റഷ്യയോടുള്ള വിയോജിപ്പിന് തെളിവായി കാണുന്നവരുമുണ്ട്. അയൽരാജ്യമായ അസർബൈജാനെ അകറ്റി നിർത്തുന്നത് ഗുണം ചെയ്യില്ലെന്ന് റഷ്യ മനസ്സിലാക്കുന്നു. യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെ ഉപരോധം നേരിട്ട റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞതോടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ആശ്രയിച്ചത് അസർബൈജാനെയാണ്. 2027 ആകുമ്പോഴേക്കും യൂറോപ്പിലേക്കുള്ള പ്രകൃതിവാതക കയറ്റുമതി ഇരട്ടിയാക്കാൻ അസർബൈജാന്റെ നീക്കം റഷ്യയ്ക്ക് തിരിച്ചടിയാകും. അസർബൈജാനെ മെരിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ രാജ്യത്തിനുള്ളിൽ നിന്നും ശത്രുവിനു വേണ്ടി ആക്രമണങ്ങൾ നടത്തുന്ന വംശീയ ഗ്രൂപ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന പ്രതിസന്ധിയിലാണ് മോസ്കോ ഭരണകൂടം.